ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു പാർട്ടാണ് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സും അതിനെ ബേസ് ചെയ്തായിരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കുറച്ച് പാർട്ട് നമുക്കിങ്ങനെ മിസ്സായി പോയാൽ പറ്റില്ല. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ മോഡ്യൂള് ഞാൻ പറ്റുമെങ്കിൽ വൈകുന്നേരം ഇടും. കാരണം അത് വലിയ ചാപ്റ്ററാണ്, നമുക്ക് കുറച്ചായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ലീന ടീച്ചർ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മളിത് എഴുതുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാൻ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ ഒരു പാർട്ടാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പോൾ ടീച്ചർ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ പോകുകയാണ്. അതിന് ആദ്യത്തെ പാർട്ടെന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് ഈ കെമിക്കൽ കോമ്പിനേഷൻ, ആരാണ് കമ്പൈൻ ചെയ്യുന്നതെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ കമ്പൈൻ ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ആറ്റംസ്. ആരാണ് കമ്പൈൻ ചെയ്യുന്നത്? ആറ്റംസ്. അപ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാവുന്നത് എല്ലാം ആദ്യം തന്നെ ഉണ്ടായ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിക്ക് പിന്നാലെയാണ്. ഓക്കെ, ആദ്യമായിട്ടുണ്ടായത് ആരാണ്? ഡാൾട്ടൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയ അറ്റോമിക് തിയറി, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അപ്പോൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ് ആദ്യം ഉണ്ടായത്. ആ അറ്റോമിക് തിയറിയിൽ പറഞ്ഞു ഒരു പോസ്റ്റ്ലേറ്റാണ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്ന മോളിക്യൂൾസ് ഉണ്ടാവുന്ന. അപ്പോൾ ആറ്റംസ് മോളിക്യൂൾസ് ആകുന്ന ആ ഒരു ലോസ്, അതിന് വേണ്ടിയുള്ള കുറേ ലോസ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന യൂണിറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ്. എന്നിട്ട് ടീച്ചർ ഓരോ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലും വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ ഡാൾട്ടൺസിൻ്റെ അറ്റോമിക് തിയറി, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് എല്ലാ വസ്തുക്കളും ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഇതാണ് അദ്ദേഹത്തിൻ്റെ. മാറ്റർ എന്ന് വെച്ചാൽ എന്ത് വസ്തുവിനെയും നമ്മൾ എന്ത് വിളിക്കുക? മാറ്റർ. ഒരു ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാറ്ററാണ്, ഒരു പെന്ന് മാറ്ററാണ്, കുറച്ച് മണ്ണെടുത്താൽ മാറ്ററാണ്. എനിത്തിങ്. മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഓർ വെരി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്, സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അപ്പോൾ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, എന്താണ് ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ? ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഇൻഡിവിസിബിൾ, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ മാറ്ററും. അതിനെ വിളിക്കുന്ന പേരാണ് ആറ്റംസ്. അതാണ് ആര്? ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഇതാണ് ആദ്യത്തെ പോസ്റ്റ്ലേറ്റ്. രണ്ടാമത്തെ അസംഷൻ അഥവാ പോസ്റ്റ്ലേറ്റ്, ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്, ഒരേ എലമെൻറ്റിൻ്റെ ആറ്റംസ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. ഒരേ ആറ്റത്തിൻ്റെ എലമെൻറ്റുകൾ എല്ലാം ഒരേപോലെയാണ്. എന്തിൽ? മാസിലും അതിൻ്റെ പ്രോപ്പർട്ടീസിലും. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ്റെ ആറ്റംസ് എല്ലാം ഒരുപോലെ ഇരിക്കും, ഓക്സിജൻ്റെ ആറ്റംസ് എല്ലാം ഒരുപോലെ ഇരിക്കും. ഉദാഹരണത്തിന് 2 വീട് നിങ്ങൾ കണ്ടോളൂ. 2 വീടിനെ പറ്റിയാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ 2 വീട് ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് സിമൻറ്റ് ബ്ലോക്ക് കൊണ്ടുണ്ടാക്കിയ വീട്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം അടുക്കി പൂശിയിട്ടില്ല കേട്ടോ. അപ്പോൾ സിമൻറ്റ് കൊണ്ട് ഇങ്ങനെ കെട്ടി സിമൻറ്റ് ബ്ലോക്ക് വെച്ച് കെട്ടിയിരിക്കുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ആറ്റംസും ആരാണ്? സിമൻറ്റ് ബ്ലോക്സാണ്. ഓക്കെ, അതേപോലെ വേറൊരു വീടെടുത്തു. ആ വീട്ടിലാണെന്ന് വെച്ചാൽ എല്ലാം നല്ല ചുടുകല്ല് അഥവാ ചുമന്ന കളർ ബ്രിക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെ എല്ലാ ആറ്റംസും എന്താണ്? ഈ ചുമന്ന ബ്രിക്കാണ്. ഓക്കെ, അപ്പോൾ 2 തരം വീടുണ്ട്. അപ്പോൾ ഒരാൾ ഹൈഡ്രജനും ഒരാൾ ഓക്സിജനും ആണെങ്കിൽ ഈ ചുടുകല്ല് കൊണ്ട് കെട്ടിയത് ഹൈഡ്രജനാണ്. അപ്പോൾ ചുടുകല്ലുകളെല്ലാം ഹൈഡ്രജൻ്റെ ആറ്റംസാണ്. അവരെല്ലാം ഒരുപോലെ ഇരിക്കും, മാസിലും ഏകദേശം പ്രോപ്പർട്ടീസിലും ഒക്കെ ഒരുപോലെ ഇരിക്കും. അതേപോലെ തന്നെ പിന്നെ ഓക്സിജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ സിമൻറ്റ് ബ്രിക്കാണ്. അതുകൊണ്ടുണ്ടാക്കിയ വീട് നോക്കിക്കഴിഞ്ഞാൽ അതിലെ എല്ലാ ബ്രിക്കും ഒരുപോലെ ഇരിക്കും. സോ അവിടുത്തെ ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ് സൈസിലും മാസിലും സ്വഭാവങ്ങളിലും. ഓക്കെ, ഇതാണ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. മൂന്നാമത്തെ കാര്യം പറയുന്നത് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. ഈ 2 വീടും ഡിഫറെൻ്റ് അല്ലേ? ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എന്താണ്? ഡിഫറെൻറ്റ് മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. അപ്പോൾ മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഇതാണ്. അപ്പോൾ ഒന്നാമത് പറയുന്നത് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കൊണ്ടാണ്. അവരെ വിളിക്കുന്നത് ആറ്റം എന്നാണ്. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. മൂന്നാമത് പറഞ്ഞത് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്.
നാലാമത്തെ പോസ്റ്റ്ലേറ്റ്, ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ ഉണ്ടാക്കാനും പറ്റില്ല, ഇല്ലാതാക്കാനും പറ്റത്തില്ല. ഓക്കെ, ആറ്റത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റത്തില്ല. ഓക്കെ, ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ്, ആറ്റംസിനെ മുറിക്കാൻ പറ്റില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. സിൻസ് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ, they combine in small whole numbers to form compounds atoms called molecules. അപ്പോൾ ആറ്റംസ് മുറിക്കാൻ ഇൻഡിവിസിബിൾ ആയതുകൊണ്ട് ആറ്റംസിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മുറിച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ആറ്റമോ 2 ആറ്റമോ 3 ആറ്റമോ ആയിട്ട് ഹോൾ നമ്പറായിട്ട് അവർ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകും, കോമ്പൗണ്ട് ഓഫ് ആറ്റംസ് ഉണ്ടാകും. അവരെ വിളിക്കുന്ന പേരാണ് മോളിക്യൂളുകൾ. ഉദാഹരണം, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ആരുടെ അറ്റോമിക് തിയറി, ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ടീച്ചർ ഒന്നുകൂടെ പറയാം. ഒന്നാമത് പറയുന്നത് ഇതാണ്, മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എക്സ്ട്രീംലി സ്മോൾ ആണ്, ഇൻഡിവിസിബിൾസ് പാർട്ടിക്കിൾസ് ആണ് കോൾഡ് ആറ്റംസ്. സ്മോൾ എന്ന് മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ, ഇറ്റ്സ് ഇനഫ്. രണ്ടാമത്തെ പോയിന്റ്, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. മൂന്നാമത്തത്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. നാലാമത്തതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ്, ഉണ്ടാക്കാൻ പറ്റില്ല, നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നിങ്ങൾ നൈദർ നോർ പഠിച്ചിട്ടില്ലേ, കണക്റ്റീവ്, അപ്പോൾ അതുപോലെ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അഞ്ചാമത്തത്, ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്. പക്ഷേ എങ്ങനെ കമ്പൈൻ ചെയ്യുമല്ലോ, ഹോൾ നമ്പേഴ്സ് ആയിട്ടാണ്. 1 2 3 4 അങ്ങനത്തെ നമ്പറുകളായിട്ടേ കമ്പൈൻ ചെയ്യുമല്ലോ, അല്ലാതെ 1.5 2.5 3.5 2.25 3.25 അങ്ങനെയൊന്നും കമ്പൈൻ ചെയ്യാറില്ല. ക്ലിയർ? സോ ദിസ് ഇസ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിക്കുന്നത് അറ്റോമിക് തിയറിയുടെ അവസാനത്തെ പോസ്റ്റ്ലേറ്റിൻ്റെ കുറേ കാര്യങ്ങളാണ്. അതായത് ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു, മോളിക്യൂൾ ഉണ്ടാവുന്നു എന്ന് ജോൺ ഡാൾട്ടൺ പറഞ്ഞു. അപ്പോൾ ഈ മോളിക്യൂൾ എങ്ങനെയൊക്കെ ഉണ്ടാവാം അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റംസ് കമ്പൈൻ ചെയ്ത മോളിക്യൂൾസ് ഉണ്ടാവുന്നത് എങ്ങനെ. അപ്പോൾ അതിനെ പറ്റിയുള്ള ലോസിനെയാണ് എന്ത് വിളിക്കുക, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 1 by 1 ആയിട്ട് പോകും. വളരെ സിമ്പിളാണ്, പഠിച്ചു വെക്കുക. ഒരു ലോ മസ്റ്റായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവിസ്ട്രേഷൻ. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് കണ്ടുപിടിച്ചത് ആരാണെന്നറിയാമോ, അന്റോയിൻ ലവോയ്സിയർ എന്ന സയൻറ്റിസ്റ്റാണ്. ആരാണ്? അന്റോയിൻ ലവോയ്സിയർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കേട്ടിട്ടുണ്ട്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ എനർജിയെ ക്രിയേറ്റ് ചെയ്യാനോ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റത്തില്ല, അതിന് പകരം മാസ്, അത്രയേ ഉള്ളൂ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് മാറ്റർ, പദാർത്ഥങ്ങളെ, ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്ററിനെ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റത്തില്ല. ബട്ട് ദേ ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. പക്ഷേ അവരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിൽ. ഫോർ എക്സാമ്പിൾ, 2 ഹൈഡ്രജൻ ഗ്യാസാണ്, 1 ഓക്സിജൻ അതും ഗ്യാസാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന വാട്ടർ ലിക്വിഡാണ്. രണ്ടുപേരുടെയും സ്വഭാവവുമില്ല, പക്ഷേ അവരെ പുതിയ ഒരാളാക്കാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ബേസിക് ലെവൽ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അത് ഇതാണ്. എന്താണ് പഠിക്കുന്നത്? മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്ററിനെ ഉണ്ടാക്കാൻ പറ്റില്ല, ഇല്ലാതാക്കാനും പറ്റത്തില്ല. ഇതിനൊരു ഉദാഹരണം ഇതാണ്. കാർബൺ അറ്റോമിക് മാസ് 12 ആണ്. അപ്പോൾ 12 ഗ്രാം കാർബൺ ആരുമായിട്ട് ചേരുവാണെന്നറിയാമോ? 32 ഗ്രാം ഓഫ് ഓക്സിജൻ, O2. ഒരു ഓക്സിജൻ 16 ഗ്രാമാണ്. അപ്പോൾ O2 ആകുമ്പോൾ എത്രയാണ്? 32 ഗ്രാം. അപ്പോൾ 12 ഗ്രാം കാർബൺ 32 ഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്ന് നമുക്ക് എന്ത് കിട്ടുകയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസ് കിട്ടുകയാണ്, CO2. ഓക്കെ, ഇവരുടെ മാസ് എടുത്താൽ ഇത് 12ഉം ഇത് 32ഉം എത്ര ഗ്രാമാണ്? 44 ഗ്രാം. എന്ത് സംഭവിച്ചു ഇവിടെ? ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ
ആരോ മാർക്കിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ആൾക്കാരാണ് പ്രോഡക്റ്റുകൾ. എത്ര ഗ്രാം പ്രോഡക്റ്റ് ഉണ്ടായി? 44 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ഉണ്ടായി. ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരാണ് ആര്? റിയാക്റ്റൻറ്റുകൾ, അഭികാരങ്ങൾ, റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അതാണ് അതിൻ്റെ പേരാണ് എന്തെന്ന് വിളിക്കുക? റിയാക്റ്റൻസ്. അപ്പോൾ ഇത് റിയാക്റ്റൻസും ഇതെന്തുവാണ്? പ്രോഡക്റ്റാണ്. ഓക്കെ, ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് പ്രോഡക്റ്റും ലെഫ്റ്റ് സൈഡിലുള്ളത് റിയാക്റ്റൻറ്റുമാണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് എത്ര ഗ്രാം റിയാക്റ്റൻ്റ് എടുക്കുന്നോ അത്രയും ഗ്രാം തന്നെ പ്രോഡക്റ്റ് കിട്ടും. ഒന്നും കൂടുകയില്ല, ഒന്നും കുറയുകയില്ല. അതായത് മാറ്ററിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? കളയാനും പറ്റത്തില്ല, പുതിയതായിട്ട് ഉണ്ടാക്കാനും പറ്റില്ല. എത്ര റിയാക്റ്റൻ്റ് എടുത്തോ അത്രയും പ്രോഡക്റ്റ് തന്നെ ഉണ്ടാവും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ 12 ഗ്രാം കാർബൺ കമ്പൈൻസ് വിത്ത് 32 ഗ്രാം ഓഫ് ഓക്സിജൻ ടു ഫോം 44 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. Here the total mass of the reactants is equal to the total mass of the product. Total mass of the reactant എന്തിന് ഈക്വൽ ആണ്? ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. അത് നോക്കൂ, റിയാക്റ്റൻസിൻ്റെ മാസ്, ടോട്ടൽ മാസ് 44, 12ഉം 32ഉം കൂടെ കൂട്ടുമ്പോൾ 44. ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് എത്ര തന്നെ? 44 തന്നെ. സോ ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ പറയാം. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എക്സാമ്പിൾ 12 ഗ്രാം കാർബൺ കമ്പൈൻ വിത്ത് 32 ഗ്രാം ഓക്സിജൻ to form 44 gram carbon dioxide. Or here the total mass of the reactants is equal to the total mass of the product. ചിലപ്പോൾ ഇത് മാത്രം എഴുതിയാലും മതി. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഏത് ലോയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? മാറ്റർ ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തെ ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. രണ്ടാമത്തെ ലോയുടെ പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ അനുപാതം. എന്തിൻ്റെ? മാസിൻ്റെ. എന്തിൻ്റെയാണ്? മാസിൻ്റെ കൃത്യമായ അനുപാതം. അതിനെപ്പറ്റി പറയുന്ന ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അപ്പോൾ ആദ്യത്തെ ലോ പറഞ്ഞു റിയാക്റ്റൻ്റ് എത്ര എടുക്കുന്നോ അത്രയും തന്നെ പ്രോഡക്റ്റും ഉണ്ടാവും. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. അതൊന്നാമത്തെ ലോ. രണ്ടാമത്തത് മാസുകൾ കൂടിച്ചേരുന്നത് ഡെഫിനിറ്റായിട്ടുള്ള ഒരു പ്രപ്പോർഷനിലാണ്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഉദാഹരണം പറയാം. ഇപ്പോൾ ഉപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? ടേബിൾ സോൾട്ട്. ആരാണ് പേര്? NaCl. ഉപ്പിൻ്റെ പേരെന്താണ്? NaCl. ടേബിൾ സോൾട്ട് അല്ലെങ്കിൽ കോമൺ സോൾട്ട് NaCl. സോഡിയം എന്ന ആറ്റവും ക്ലോറിൻ എന്ന ആറ്റവും ചേർന്ന ഒരു കോമ്പൗണ്ടാണ് സോഡിയം ക്ലോറൈഡ്. ഇതിനെ ഉപ്പെന്ന് ഇന്ത്യയിൽ വിളിക്കും, ഉഗാണ്ടയിൽ വിളിക്കും, ഉട്ടോപ്യയിൽ വിളിക്കും, എത്യോപ്യയിൽ വിളിക്കും. ഈ ലോകത്ത് എവിടെ പോയാലും ഉപ്പിനെ ഉപ്പെന്നേ വിളിക്കുള്ളൂ. ഓക്കെ, പക്ഷേ ഉപ്പിൻ്റെ പേരുകളൊക്കെ പലതായിരിക്കും. ഇവിടെ നമ്മൾ ഹിന്ദി തന്നെ നമക് എന്ന് പറയും, കേരളത്തിൽ ഉപ്പ് എന്ന് പറയും, തമിഴിൽ എന്ത് പറയും? ഉപ്പെന്നായിരിക്കും പറയുന്നല്ലേ, എനിക്കറിയത്തില്ല. അപ്പോൾ ഉപ്പിന് പല 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 പേരുകൾ വിളിക്കും. കോമൺ സോൾട്ട്, ടേബിൾ സോൾട്ട്, ഉപ്പ്, കല്ലുപ്പ്, ഇന്ദുപ്പ്. ഇന്ദുപ്പ് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപ്പിന് പല പല പേരുകൾ വിളിക്കും, പല പല ഭാഷയിൽ പല പല പേര്. പക്ഷേ അത് ഉപ്പ് ആണ് എന്ന് തിരിച്ചറിയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ വച്ചിട്ടാണ്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഉപ്പിൽ എപ്പോഴും എന്തേ ഉണ്ടാവാവൂ? സോഡിയവും ഉണ്ടാകണം, ക്ലോറിനും ഉണ്ടാകണം. വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇതിൽ ആരെയും കാണാതിരിക്കാനും പാടില്ല. അപ്പോൾ ഉപ്പിലെപ്പോഴും എന്തുണ്ടായിരിക്കണം? സോഡിയം ഉണ്ടായിരിക്കണം, ക്ലോറിനും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? വെറും സോഡിയം ക്ലോറിൻ ഉണ്ടായാൽ പോരാ. സോഡിയത്തിൻ്റെ മാസ് 23 ഗ്രാം ആണെങ്കിൽ ക്ലോറിൻ്റെ മാസ് 35.5 ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ പറയാണ് ഇതാണ് ഉപ്പ്. ഓക്കെ, ഹൗ വിൽ യു പ്രൂവ്? അതിനകത്ത് എന്തുണ്ടായിരിക്കണം? സോഡിയം ഉണ്ടായിരിക്കണം, ക്ലോറിൻ ഉണ്ടായിരിക്കണം. ഓക്കെ, സോഡിയം ക്ലോറിൻ ഉണ്ടായത് എല്ലാം ഉപ്പാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് എത്ര മാസാണ്? അതാണ് ഈ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അതായത് എത്ര ക്ലോറിൻ എത്ര സോഡിയം മാസിൽ ഫിക്സഡ് പ്രപ്പോർഷൻ ഉണ്ടാവണം. അപ്പോൾ 23 ഗ്രാം സോഡിയം ആണെങ്കിൽ 35.5 ഗ്രാം ക്ലോറിൻ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ഉപ്പ് കിട്ടൂ. ഇവിടെ ഇപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ഡൗട്ട് വരും. സാധാരണ ബുദ്ധിയുള്ളവർക്കുണ്ടാവുന്നതാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ടീച്ചറല്ലേ ഇച്ചിരി നേരത്തെ പറഞ്ഞത് ഹോൾ നമ്പർ റേഷ്യോ എന്നൊക്കെ, എന്നിട്ട് ഇവിടെ 35.5. അത് മാസിൻ്റെ കാര്യമാണ്. ഐസോട്ടോപ്പുകൾ ഉള്ളതുകൊണ്ട് മാസ് കണ്ടുപിടിക്കുമ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസിൽ പോയിൻ്റ് വരും. അത് നിങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചു തരും കേട്ടല്ലോ. അപ്പോഴും നമുക്ക് ആ കാര്യം ക്ലിയർ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഇന്ന് മുഴുവൻ എനിക്ക് വാട്സാപ്പ് ഇതായിരിക്കും.
ടീച്ചർ 35.5 എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പറല്ലേ? അല്ല, അതെനിക്കും അറിയാം. അപ്പോൾ ഇത് ഒരു ഐസോട്ടോപ്പിക് മാസാണ്. അതുകൊണ്ട് മാസിൻ്റെ റേഷ്യോയിലാണ് പറയുന്നത്. സോഡിയവും ക്ലോറിനും മുറിക്കാൻ പറ്റില്ല, അവർ ആറ്റംസാണ്. അവരുടെ മാസാണ് ഞാൻ എഴുതിയത് 0.5 ഒക്കെ കേട്ടോ. നിങ്ങൾ വളരെ ബുദ്ധിയുള്ള കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡൗട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡൗട്ട് വന്നില്ലെങ്കിലും അത് ചിലപ്പോൾ സ്വാഭാവികം. ചിലവർക്കത് ശരിയാവും, ചിലവർക്കത് ശരിയാവത്തില്ല. ഇപ്പോൾ നമുക്ക് ശരിയായാൽ സന്തോഷം, ശരിയായില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പറയുന്നത് ദ സെയിം കോമ്പൗണ്ട്, ഇതാണ് ലോ. ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലമെൻറ്റ്സ്. സെയിം കോമ്പൗണ്ടിന് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ സെയിം ഫിക്സഡ് പ്രപ്പോർഷൻ ബൈ മാസ്. കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സഡ് പ്രപ്പോർഷൻ ബൈ മാസ്. ഈ ലോയുടെ പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഒന്നുകൂടെ പറയാം. ദ സെയിം കോമ്പൗണ്ട്, ഒരേ കോമ്പൗണ്ടിന് ഓൾവേസ് കണ്ടെയ്ൻ, എപ്പോഴും ഉണ്ടായിരിക്കും, ദ സെയിം എലമെൻറ്റ്സ്, ഒരേ എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സഡ് പ്രപ്പോർഷൻ ബൈ മാസ്. കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സഡ് പ്രപ്പോർഷൻ ബൈ മാസ്. ക്ലിയർ ആണോ? അപ്പോൾ ഒരേ കോമ്പൗണ്ടിന് എപ്പോഴും ഒരേ എലമെൻറ്റ്സ് ആയിരിക്കും. കമ്പൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫിക്സഡ് പ്രപ്പോർഷൻ ബൈ മാസ് ആയിരിക്കും. മാസിൻ്റെ കൃത്യമായ അനുപാതത്തിലായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണം, എക്സാമ്പിൾ അഥവാ ഇല്ലുസ്ട്രേഷൻ. സോഡിയം ക്ലോറൈഡ് മേ ബി ഒബ്റ്റെയിൻഡ് ഫ്രം സീ വാട്ടർ. ഇറ്റ് ഈസ് ഓൾസോ പ്രിപ്പയർഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് HCl. ഇപ്പോൾ രണ്ട് രീതിയിലുണ്ടാക്കാം. സീ വാട്ടറിൽ നിന്നും സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡും HClഉം കൂടെ, സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പും HClഉം ആസിഡും ബേസും കൂടെയുള്ള റിയാക്ഷനിൽ നമുക്ക് എന്തുണ്ടാക്കാം? സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കാം. ദീസ് സാമ്പിൾസ് ഓൺ അനാലിസിസ്, ഈ രണ്ടിടത്തു നിന്ന് കിട്ടുന്ന സോഡിയം ക്ലോറൈഡ് എടുത്ത് അനാലൈസിസ് ചെയ്താലും എന്ത് കിട്ടും? കണ്ടെയ്ൻ സോഡിയം ആൻഡ് ക്ലോറിൻ. അതാണ് സെയിം കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ്സ്. സെയിം എലമെൻറ്റ്സ് ആരാണ്? സോഡിയം ആൻഡ് ക്ലോറിൻ. ഇൻ ദ റേഷ്യോ, ഇൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. എന്ത് റേഷ്യോ ആണ്? 23:35.5 ബൈ മാസ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ക്ലിയർ ആണോ? ഐ വിൽ സേ ഇറ്റ് അഗെയിൻ. The law states that same compound always contain the same element combined in the same fixed proportion by mass. ഓക്കെ, സ്പീഡിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ആരെങ്കിലും അടുത്ത് ഒക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ സ്പീഡിൽ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അപ്പോൾ ഒരു വിചാരിക്കും എന്തൊരു ഇംഗ്ലീഷാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു പേര് കിട്ടാനും സഹായിക്കും. ഇപ്പോൾ നമ്മൾ ഓരോ ഗ്രേഡ് കഴിയും തോറും നമ്മുടെ സ്കില്ലുകളും നമ്മുടെ കഴിവുകളും ഒക്കെ ഇങ്ങനെ വികസിപ്പിച്ച് വരുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസി കിട്ടാൻ ഇതുപോലെ ലോസ് പഠിച്ചു വെച്ചാൽ മതി. ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ സിറ്റിയിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെയാണ്. അവർ കാണാതെ കുറേ പോയവും പ്രോസും ഒക്കെ പഠിച്ചു വയ്ക്കും. അതുപോലെ തന്നെ ഇതുപോലെ ലോസും ഒക്കെ പഠിച്ചു വെച്ചിട്ട് അവർ ആൾക്കാരെ കണ്ടോടെ സെയിം ദ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ സെയിം കോമ്പൗണ്ട് സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് യോ എന്നൊക്കെ വയ്ക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇംഗ്ലീഷ് പാട്ടൊക്കെ എന്ത് സ്പീഡിൽ പാടുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേർ ഒട്ടും പിന്നിലല്ല. നമുക്കും ഈ ഭാഷയൊക്കെ കയ്യിലുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഈ ലോ കാണാതെ പഠിച്ചാൽ മതി. ക്ലിയർ? ഈ 5 ലോസ് പഠിച്ചു കഴിയുമ്പോൾ അത് 5 സെറ്റ് ഓഫ് ടോക്കിന് ഉള്ള വകയാവും. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലമെൻറ്റ് കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ക്ലിയർ? അടുത്ത മൂന്നാമത്തെ ലോയാണ്. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൂന്നാമത്തെ ലോയുടെ പേരെന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഒന്നാമത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസിനെ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. രണ്ടാമത് പഠിച്ചത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഒരേ കോമ്പൗണ്ടിന് ഒരേ എലമെൻറ്റ്സ് ഒരേ ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അതായിരുന്നു. മൂന്നാമത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. കാർബൺ കളർ പോരാ, നല്ല കിഡിക്ക് കളർ തന്നെ വേണം, നല്ല കിഡില്ലൻ കളർ. കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുവാണ് കേട്ടല്ലോ. അപ്പോൾ കാർബൺ ഇങ്ങനെ അലഞ്ഞ് നടന്ന് വന്നപ്പോൾ ദേ ഒരു ഓക്സിജനെ കണ്ടുള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടായി? കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഓക്കെ, ഇതേ കാർബൺ
വേറൊരു ദിവസം അതുവഴി വന്നപ്പോൾ 2 ഓക്സിജനെ കണ്ടു, O2 മോളിക്യൂളായിട്ടിരുന്നു. അപ്പോൾ അവർ കമ്പൈൻ ചെയ്തു, എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഓക്കെ, ഇതാണ് കഥയുടെ സാരം. കാർബൺ ഒരു ഓക്സിജനെ കണ്ടപ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കി, CO ഉണ്ടാക്കി. കാർബൺ 2 ഓക്സിജൻ കണ്ടപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കി, അഥവാ CO2 ഉണ്ടാക്കി. രണ്ടും ഒരേ കാർബണാണ്. രണ്ടിലും എത്ര കാർബണാണുള്ളത്? ഒരു കാർബണേ ഉള്ളൂ. രണ്ടിലും ഒരു കാർബണേ ഉള്ളൂ. മാസ് എത്രയാണ്? 12 ഗ്രാം. രണ്ടിലും ആരാണ്? 12 ഗ്രാം കാർബണാണ് കമ്പൈൻ ചെയ്തത്. ഓക്സിജൻ നോക്കിയേ, ഒന്നാമത്തെ ഇതിൽ 16 ഗ്രാം ഓക്സിജനും രണ്ടാമത്തേതിൽ 32 ഗ്രാം ഓക്സിജനുമാണുള്ളത്. രണ്ടാമത്തേതിൽ എത്ര ഓക്സിജനാണുള്ളത്? 32 ഗ്രാം ഓക്സിജനുമാണുള്ളത്. അപ്പോൾ ആരുടെ മാസിന് വ്യത്യാസം ഇവിടെ ഇല്ല? ആരുടെ മാസിനാണ് വ്യത്യാസം ഇവിടെ ഇല്ലാത്തത്? കാർബണിൻ്റെ മാസിന് വ്യത്യാസമില്ല. 2 കേസിലും കാർബണിൻ്റെ മാസ് 12 തന്നെ. പക്ഷേ മറ്റൊരാളുടെ മാസ് ഇവിടെ വേരി ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? ഓക്സിജൻ്റെ എത്രയൊക്കെയാണ്? ഒരാൾ 16 ആയിരുന്നു, ഒരാൾ എത്രയായിരുന്നു? 32 ആയിരുന്നു. 16 ആയിരുന്നു, ഒരാൾ 32 ആയിരുന്നു. ഓക്കെ, 16ഉം 32ഉം സിമ്പിൾ ഒരു റേഷ്യോ ആക്കുമ്പോൾ രണ്ടുപേരെയും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലേ? 16 കൊണ്ട്. സോ വി ക്യാൻ ഗെറ്റ് 1:2. We'll get the value as the simple ratio as 1:2. Simple ratio. Okay. അപ്പോൾ ഈ ലോ ഇച്ചിരി പഠിപ്പിക്കാനൊരു അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അത് ഓർത്ത് വെച്ചാലാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ലോയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു കാർബൺ, ഒരു ഓക്സിജൻ, രണ്ടാമത് അതിൻ്റെ ഇരട്ടി 2 ഓക്സിജൻ. ഓക്കെ, ആ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന വാക്ക് വരുന്നതാണ്. ഒരു കാർബൺ, ഓക്കെ, 2 സ്ഥലത്തും ഒരു കാർബൺ, ഒരു പ്രാവശ്യം ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, രണ്ടാമത്തെ പ്രാവശ്യം 2 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഒരാളുടെ മാസ് എപ്പോഴും ഫിക്സഡ് ആണ്. ഇവിടെ ഫിക്സഡ് ആരാണ്? കാർബണിൻ്റെ മാസ് ഫിക്സഡ് ആണ്. അപ്പോൾ ഫിക്സഡ് മാസ് ഓഫ് കാർബൺ കമ്പൈൻ വിത്ത് മൾട്ടിപ്പിൾ മാസ് ഓഫ് അനദർ എലമെൻറ്റ്. ഫിക്സഡ് മാസ് ഓഫ് കാർബൺ മൾട്ടിപ്പിൾ മാസ് ഓഫ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ക്ലിയർ ആണോ? അപ്പോൾ സെയിം മാസ് ഡിഫറൻറ്റ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടുകൾ 2 വ്യത്യസ്ത കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ആ 2 വ്യത്യസ്ത കോമ്പൗണ്ടിലും ആ ഡിഫറൻറ്റ് മാസ്സുള്ള ആൾക്കാരുടെ മാസുകൾ, അതായത് ഇവിടെ ഓക്സിജൻ്റെ ഒരാളുടെ മാസ് 16ഉം ഒരാളുടെ മാസ് 32ഉം. ഈ ഡിഫറൻറ്റ് മാസ്സുള്ള ആളുടെ മാസുകൾ തമ്മിലുള്ള റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ക്ലിയർ ആണോ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ സെയിം ആയിട്ടുള്ള 2 എലമെൻറ്റ് തന്നെ കമ്പൈൻ ചെയ്യുകയാണ്. അതിൽ ഒരാളുടെ മാസ് ഫിക്സഡ് ആണ്. രണ്ടിടത്തും കാർബൺ ഓക്സിജനാണ് കമ്പൈൻ ചെയ്യുന്നത്. ഒരാളുടെ മാസ് ഫിക്സഡ് ആണ്, മറ്റേയാളുടെ മാസ് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ആ മാസ് മൾട്ടിപ്പിൾ ചെയ്യുന്ന ആളുടെ മാസുകൾ ഒരു കൃത്യമായ ചെറിയ അനുപാതത്തിൽ ആയിരിക്കും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ക്ലിയർ ആണോ? കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോകണ്ട. ഉദാഹരണം ഇതാണ്: കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ മോണോക്സൈഡ്, കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ്റെ മാസ് രണ്ടിലും വ്യത്യാസമാണ്, 16ഉം 32ഉമാണ്. അവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:2 ആണ്. ഇത്രയും മാത്രം മനസ്സിലിരിക്കുക. കാരണം ഇതിൻ്റെ ഇല്ലുസ്ട്രേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എപ്പോഴും പ്രൂവ് ചെയ്യാനാണ് ഇത് ചോദിക്കാറ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞത്. ഇനി നമുക്ക് ലോയിലോട്ട് പോകാം. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഇങ്ങനെയാണ് പറയുന്നത്: when two elements combine to form, 2 എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം ചെയ്യുകയാണ്, മോർ ദാൻ 1 കോമ്പൗണ്ട്. ഒറ്റ കോമ്പൗണ്ട് ഉണ്ടായ ഈ ലോയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരേ എലമെൻറ്റ്, ഒരേപോലത്തെ 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് മോർ ദാൻ 1 കോമ്പൗണ്ട് ഉണ്ടാക്കുകയാണ്, ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കുകയാണ് എങ്കിൽ ഒരാളുടെ മാസ് സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ആദ്യം പറയുന്നത് ദ ഡിഫറൻറ്റ് മാസസ് ഓഫ് 1 ഓഫ് ദി എലമെൻറ്റ്സ്. ഓക്സിജൻ ഡിഫറൻറ്റ് മാസസ് ആയിരുന്നു. ഡിഫറൻറ്റ് മാസസ് ഓഫ് 1 ഓഫ് ദി എലമെൻറ്റ് വിച്ച് കമ്പൈൻ വിത്ത്, ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ്. കമ്പൈൻഡ് വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് സിമ്പിൾ ഹോൾ നമ്പേഴ്സ്. ആർ ഇൻ ദ റേഷ്യോ ഓഫ് സിമ്പിൾ ഹോൾ നമ്പേഴ്സ്. ക്ലിയർ ആണോ?
അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് വെൻ ടു എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, the different mass of one of the element which combine with a fixed mass of the other element are in the ratio of simple whole numbers. For example, carbon plus oxygen gives carbon monoxide. അടുത്തത് കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈഓക്സൈഡ്. രണ്ട് കേസസ് ഉണ്ട്. ഓക്കെ, എനിക്കിവിടെ രണ്ട് കേസസ് ഉണ്ട്. ഇപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഞാൻ ഇതാണ് പറയുന്നത്. ദ ഡിഫറൻറ്റ് മാസ് ഓഫ് ദ ഡിഫറൻറ്റ് മാസ് ഓഫ് ഓക്സിജൻ, ഒന്ന് 16, ഒന്ന് 32. ഓക്കെ, ദ ഡിഫറൻറ്റ് മാസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ് കമ്പൈനിങ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ്, ഇവിടെ രണ്ട് പേർക്കും 12 ഗ്രാമാണ്. ഓക്കെ, combined with the fixed mass of the other element are in simple ratio. Simple എന്ത് നമ്പർ റേഷ്യോ? ഹോൾ നമ്പർ റേഷ്യോ. ഇവിടെ എന്ത് റേഷ്യോ ആണ്? 1:2 ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ലോ ഇതാണ്. വെൻ ടു എലമെൻറ്റ്സ്, രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, the different mass of one of the element which combine with a fixed mass of the other element are in the ratio of simple whole numbers. Illustration detailed ആയിട്ട് എഴുതിയിട്ടുണ്ട്. Carbon combines with oxygen to form different oxides, carbon monoxide and carbon dioxide, under different condition. In carbon dioxide, 12 gram carbon combined with the 32 gram of oxygen. 12 gram carbon 32 gram oxygen ആണ്. ആൻഡ് ഇൻ കാർബൺ മോണോക്സൈഡ് എന്താണ്? 12 ഗ്രാം കാർബൺ തന്നെ, ബട്ട് 16 ഗ്രാം ഓഫ് ഓക്സിജൻ ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഇൻ ദീസ് ടു കേസസ് ദ മാസ് ഓഫ് ഓക്സിജൻ കമ്പൈനിങ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് കാർബൺ ആർ ഇൻ ദ റേഷ്യോ 16:32 ഓർ 1:2. ക്ലിയർ ആണോ? ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇതിൻ്റെ ഇല്ലുസ്ട്രേഷൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, വെൻ ടു എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്സ്, ദ ഡിഫറൻറ്റ് മാസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ് which combine with a fixed mass of the other element are in the ratio of simple whole numbers. Okay, example, carbon combine with oxygen to form two different oxides, carbon monoxide and carbon dioxide. In carbon dioxide, 12 gram carbon combine with the 32 gram of oxygen. In carbon monoxide, 12 gram carbon combined with the 16 gram of oxygen. In these two cases, the mass of oxygen combining with fixed mass of carbon are in the ratio 16:32 or simple whole number ratio എത്രയാണ്? 1:2. ക്ലിയർ? അപ്പോൾ ഇത് നന്നായി പഠിക്കുക. ഈ ലോ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? ജോൺ ഡാൾട്ടൺ. ക്ലിയർ? അപ്പോൾ ജോൺ ഡാൾട്ടൺ ആണ് ഏത് ലോ കണ്ടുപിടിച്ചത്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ നമ്മൾ 3 ലോയായി. ഒന്നാമത്തെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ പറഞ്ഞ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഓഫ് റിയാക്ടൻ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. രണ്ടാമത് പറഞ്ഞത് ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കണം, ഒരു കോമ്പൗണ്ട് എങ്ങനെ ഇരിക്കണം? ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ് ഇൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. മൂന്നാമത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അവിടെ പറയുന്നത് ഒരേ എലമെൻറ്റുകൾ ചേർന്ന് മോർ ദാൻ വൺ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരാളുടെ മാസ് ഫിക്സഡും മറ്റേയാളുടെ മാസ് ഡിഫറൻറ്റുമാണെങ്കിൽ ദ ഡിഫറൻറ്റ് മാസസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ ഇൻ ദ സിമ്പിൾ റേഷ്യോ. ക്ലിയർ? അടുത്ത ലോയാണ് ഗേ-ലുസാക്സ് ലോ. ഏത് ലോയാണ്? ഗേ-ലുസാക്സ് ലോ. ഇവിടെ നമ്മൾ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്യാസ് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് ഗ്യാസ് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന കേസാണ്. ഇപ്പോൾ ഹൈഡ്രജൻ എന്ന ഗ്യാസും ക്ലോറിൻ എന്ന ഗ്യാസും കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാവുന്നത് പോലത്തെ കേസ്. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് അഥവാ ഗേഷ്യസ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ വോളിയംസ്, റിയാക്റ്റൻസും പ്രോഡക്ട്സിൻ്റെയും വോളിയം എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വളരെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഇതാണ് കാര്യം. വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രോഡക്ട്സ്, അപ്പോൾ എല്ലാവരും ആരായിരിക്കണം? ഗ്യാസസ് ആയിരിക്കണം. എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വോളിയംസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് ആൻഡ് ദ പ്രോഡക്റ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഫോർ എക്സാമ്പിൾ,
H2 gas plus Cl2 gas. H2 gas plus Cl2 gas gives HCl. എല്ലാവരും ഗ്യാസാണ്. 2HCl. കണ്ണടിച്ച് പോകുമല്ലേ, നല്ല പച്ച കളർ മാറ്റാം. അപ്പോൾ ഇവിടെ എത്ര വോളിയം ഹൈഡ്രജൻ ആണെന്നറിയാമോ? ഫ്രണ്ടിലെ നമ്പറാണ് വോളിയംസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 ഇവിടെ 2. ഓക്കെ, അപ്പോൾ ഇവരുടെ റേഷ്യോ എഴുതിയാൽ 1:1:2. ഇപ്പോൾ റിയാക്റ്റൻറ്റുകളും പ്രോഡക്റ്റും ഒക്കെ തമ്മിലുള്ള റേഷ്യോ എന്താണ്? വളരെ സിമ്പിളായ ഒരു ഹോൾ നമ്പർ റേഷ്യോ. ഇത്രയേ ഉള്ളൂ ഗേ-ലുസാക്സ് ലോ. വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം gaseous products, a simple ratio exists between the volumes of the reactants and the product at a constant temperature and pressure. ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ വോളിയത്തിന് വ്യത്യാസം വരും. നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് ചാൾസ് ലോ, ബോയിൽസ് ലോ ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും. കാരണം മാസ് പോലെയല്ല വോളിയം. വോളിയം എപ്പോഴും ടെമ്പറേച്ചറും പ്രഷറും അനുസരിച്ച് മാറുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞപ്പോൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറും ടെമ്പറേച്ചറും ഫിക്സഡ് ആയിരിക്കുമ്പോൾ ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗ്യാസ് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ ആ റിയാക്റ്റൻറ്റുകളുടെയും പ്രോഡക്റ്റുകളുടെയും വോളിയം, മാസല്ല വോളിയം, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഇപ്പോൾ ഇവിടെ 1 വോളിയം ഹൈഡ്രജനും 1 വോളിയം ക്ലോറിനും ചേർന്ന് 2 വോളിയം HCl ഉണ്ടായി. രണ്ടുപേരുടെ റേഷ്യോ എന്താണ്? 1:1. അതുപോലെ പ്രോഡക്റ്റിൻ്റെ റേഷ്യോയും കൂടെ വരുമ്പോൾ 1:1:2. എക്സാമ്പിൾ, when H2 and Cl2 combine to form HCl, a simple ratio by volume exists between the gases H2, Cl2 and HCl at a constant temperature and pressure. Clear? ഇതാണ് ഗേ-ലുസാക്സ് ലോ. ഇനി ലാസ്റ്റ് ഒരു കൊച്ചു ലോ കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് അവോഗാഡ്രോസ് ലോ. ഈ അവോഗാഡ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലും പഠിക്കും, 5ാമത്തെ ചാപ്റ്ററിലും ഒക്കെ പഠിക്കും. അപ്പോൾ പലയിടത്തും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. അപ്പോൾ അവോഗാഡ്രോ പറയുന്നത്, അവോഗാഡ്രോയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അവോഗാഡ്രോ നമ്പർ 6.02 × 10⁻23 ഓഫ് എനിത്തിങ് ഈസ് കോൾഡ് എ മോൾ. അവോഗാഡ്രോ ആണ് മോളുടെ അച്ഛൻ. ഓക്കെ, അപ്പോൾ മോളെന്ന് പറഞ്ഞാൽ ആരാണ്? 6.02 × 10⁻23 എന്തിനേയും നമ്മൾ എന്താ വിളിക്കുക? മോളെ എന്നാണ് വിളിക്കുക. അപ്പോൾ 6.02 × 10⁻23 ഓഫ് പെൻസിൽ. അത്രയും പെൻസിലാണ് നമ്മൾ, ഒരു മോള് പെൻസിൽ. ഓക്കെ, ഇപ്പോൾ മോൾക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ട്, അറിയാമല്ലോ. ഇപ്പോൾ മോളെയൊക്കെയാണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? 1 കിലോ സ്വർണം കൊടുത്തു വിടും, അല്ലെ 5 കിലോ സ്വർണം കൊടുത്തു വിടും, 10 ലക്ഷം കൊടുത്തു വിടും. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ മോളുടെ കോൺസെപ്റ്റാണ്. അപ്പോൾ ആ മോൾ കോൺസെപ്റ്റൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഞാൻ പറയുന്നൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണ്ട, തമാശ പറഞ്ഞതാണ്. നിങ്ങൾ ഉറങ്ങിപ്പോകാതിരിക്കാൻ തമാശ പറഞ്ഞതാണ്. അപ്പോൾ ഓരോരുത്തന്മാരെ ഒന്ന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യും. ഒരു മോളെ കല്യാണം കഴിച്ചാൽ 10-150 പവനൊക്കെ കിട്ടും. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ 5 പൈസ തരത്തില്ല. നല്ല ജോലിയും കൂലിയൊക്കെ വേണം കേട്ടോ. വീട്ടിലിരുന്ന് പഠിച്ചാൽ നന്നായിട്ട് പഠിച്ചേ പറ്റൂ. അപ്പോൾ അവോഗാഡ്രോയാണ് അവോഗാഡ്രോസ് ലോ കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈക്വൽ വോളിയംസ് ഓഫ്, ഇതിപ്പോൾ കമ്പൈനിങ് ചെയ്യുന്നതിൻ്റെ കാര്യമൊന്നുമല്ല കേട്ടോ. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ്, തുല്യ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ ഞാൻ 5 വോളിയം 5 ml 5 ml, ഓക്കെ, 5 ml, ml-നെയാണ് പറയുന്നത്. 5 ml ഓക്സിജൻ, 5 ml ഹൈഡ്രജൻ, ഓക്കെ, ഹൈഡ്രജൻ എല്ലാം ഒരേ വോളിയം എടുത്തു കഴിഞ്ഞാൽ അവോഗാഡ്രോ പറയുന്നത് ടെമ്പറേച്ചറും പ്രഷറിനും ഒന്നും വ്യത്യാസമില്ല, രണ്ടും ഒരേ കണ്ടീഷനിലാണെങ്കിൽ ഇതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും ഇതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. ഇതാണ് അവോഗാഡ്രോയുടെ ലോ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം ഇത് നമുക്ക് വേറൊരു ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. അപ്പോൾ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത് തന്നെ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും എല്ലാം ഈക്വൽ വോളിയം ഓഫ് എല്ലാ ഗ്യാസസും അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് ഞാൻ പറഞ്ഞത്, മോൾ എന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്. അതായത് എല്ലാവരുടെയും മോൾ സെയിം ആയിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ടീച്ചർ ഹൈഡ്രജനെക്കാളും ഭയങ്കര വലുതല്ലേ ഓക്സിജൻ, പിന്നെ എങ്ങനെയാണ് അത്? ഇവിടെ പറയുന്ന മോളിക്യൂൾസിൻ്റെ കാര്യമാണ്, നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ കാര്യമാണ്. അപ്പോൾ എത്ര വോളിയം ഉണ്ടോ അതിൻ്റെ അകത്തുള്ള മാസ് എത്രയാണോ ആ മാസിനെ അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മോൾസ് കിട്ടുന്നത്. മോൾസിനെ 6.2 × 10⁻23 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മോളിക്യൂൾസ് കിട്ടുന്നത്. ഞാൻ കൂടുതൽ സസ്പെൻസ് ഒന്നും ഇവിടെ പൊളിക്കുന്നില്ല, ഇത് നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് കെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട
ഒരു ഹാർട്ട് പോലത്തെ ഒരു പോയിൻ്റാണ്. അപ്പോൾ അതിനായി നിങ്ങൾ കാത്തിരിക്കുക. ക്ലിയർ? ഇപ്പോൾ ടീച്ചർ ഇതിൻ്റെ നോട്ട്സ് ഒന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ നോട്ടും ഈ 5 ലോസും പിന്നെ ഡോൾട്ടൺസ് അറ്റോമിക് തിയറിയും നന്നായി പഠിച്ചാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, നല്ല നല്ല രസകരമായ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ ഇന്ന് തന്നെ പഠിക്കുക. ക്ലിയർ? എന്നിട്ട് നോട്ട്സിലെല്ലാം എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കുക. ഇത് ലീന ടീച്ചറിൻ്റെ ചാപ്റ്ററിലുള്ളതാണ്, അതിൻ്റെ കൂടെ വേണം എഴുതാൻ. ഞാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓവർലോഡ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു 2-3 ചെറിയ ലോസ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് തരാം. നിങ്ങൾ നോക്ക്, ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ഡേറ്റയൊക്കെ എവിടം വരെ വരുമെന്ന് നോക്കട്ടെ. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. ബൈ.